എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആറന്മുള വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കിയ ഹരിത ട്രിബ്യൂണൽ വിധി സുപ്രീംകോടതി ശരിവെച്ചു. യോഗ്യതയില്ലാത്ത ഏജൻസി നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠനം അംഗീകരിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ആറന്മുള വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കിയ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിന്റെ വിധിക്കെതിരെ KGS ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതികാഘാത പഠനം നടത്തിയ എൻവിറോ കെയർ എന്ന ഏജൻസിക്ക് യോഗ്യതയില്ലെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ അടിസ്ഥാനരഹിതമാണെന്ന വാദമായിരുന്നു KGS പ്രധാനമായും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. 2010 വനം പരിസ്ഥിതി മന്ത്രാലയം എൻവിറോ കെയർ എന്ന കമ്പനിക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നും വിമാനത്താവള കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ യോഗ്യതയില്ലാത്ത ഏജൻസി നടത്തിയ പരിസ്ഥിതിയാഘാത പഠന റിപ്പോർട്ടിനെ അംഗീകരിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് HL ദത്തു അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. തുടർന്ന് ആദ്യ പരിഗണനയിൽ തന്നെ KGS ഗ്രൂപ്പ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. പാരിസ്ഥിതിക അനുമതി റദ്ദാക്കിയ ഹരിത ട്രൈബ്യൂണൽ വിധിക്കെതിരായ ഹർജി സുപ്രീം കോടതി കൂടി തള്ളിയതോടെ ആറന്മുളയിലെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി പ്രതിസന്ധിയിലായി. പുതിയ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി സമീപിക്കാമെന്ന പോംവഴി മാത്രമാകും ഇനി കമ്പനിക്ക് മുമ്പാകെ ഉണ്ടാവുക. എങ്കിലും മാറിയ സാഹചര്യത്തിൽ അതത്ര എളുപ്പമാകില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. റിപ്പോർട്ടർ, ദില്ലി. ചർച്ചയിൽ ശ്രീരംഗനാഥൻ ഹർജിക്കാരനാണ്, ശ്രീ ജേക്കബ് അലക്സ് അഭിഭാഷകൻ, ശ്രീ CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ, ശ്രീ ഫിലിപ്പോസ് തോമസ് രാഷ്ട്രീയ നേതാവ്, ഒപ്പം കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനെയും മന്ത്രി K ബാബുവിനെയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീരംഗനാഥൻ, ആറന്മുള വിമാനത്താവളം അടഞ്ഞ സാധ്യതയായി കഴിഞ്ഞോ? ഇനി ആറന്മുള വിമാനത്താവളം സാധ്യമാകില്ല എന്ന് ഉറപ്പിക്കാമോ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ തക്കവണ്ണമായിട്ടില്ല. കാര്യം ഇപ്പോൾ വേറെ 2 അനുമതികൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഡിഫൻസിൻ്റെയും സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അനുമതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതും കൂടെ റദ്ദാവുമ്പോഴേ ഇത് കഴിഞ്ഞു, നടക്കില്ല എന്നത് തീർച്ച കരുതാൻ ഒക്കൂ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഇപ്പോൾ നീക്കം തുടങ്ങേണ്ടിയിരിക്കുന്നു. കാര്യം ഞങ്ങൾക്ക് ആറന്മുളക്കാർക്ക് ഇപ്പോഴും ഉറങ്ങാനായിട്ടില്ല. അത് തീർച്ചയായും ആ അനുമതി കൂടി റദ്ദ് ചെയ്യാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ തീർച്ചയായും അത്യാവശ്യമാണ്. അതും നിയമവിരുദ്ധമായി തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ പലതും പല രീതികളിലും തെറ്റിച്ച് തന്നെയാണ് ഇപ്പോഴും അതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പുറകെയും കൂടി ഇനി അടുത്ത നീക്കം നടത്തിയെങ്കിലേ ഇത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്നുള്ളൂ. തീർച്ചയായും. ശ്രീ ജേക്കബ് അലക്സ്, എൻവിറോ കെയർ എന്ന ഏജൻസിയുടെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താനുള്ള യോഗ്യത ചൂണ്ടിക്കാണിച്ചാണ്, അത് ഇല്ല എന്ന് മനസ്സിലാക്കിയാണ് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധി. അതിനിപ്പോൾ സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. മറ്റനുമതികൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിമാനത്താവളത്തിനുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പാരിസ്ഥിതിക അനുമതി ലഭിക്കുക എന്നുള്ളത് ആറന്മുള വിമാനത്താവള കമ്പനിക്ക് സാധ്യമായേക്കാവുന്ന ഒരവസരമല്ലേ? പാരിസ്ഥിതിക അനുമതി ലഭിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കാര്യമല്ല. അതാദ്യം അതിനെ സംബന്ധിച്ചുള്ള അപേക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വേണം. അതിന് ടേംസ് ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്യണം. അതിനുശേഷം കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി അതിനെപ്പറ്റി പഠിക്കണം. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഗവൺമെൻറ് ഇതിനെപ്പറ്റി തീരുമാനമെടുക്കേണ്ടത്. ഇത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് വീണ്ടും ഒരു പഠനം നടത്താമോ എന്നുള്ള ഒരു ചോദ്യം, നടത്താം എന്നാണ് പറയാവുന്ന ഉത്തരം. എന്നാൽ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. അതിൻ്റെതായ സമയങ്ങളെടുക്കും. റൈറ്റ്, തീർച്ചയായും. ദയവായി തുടരുക. ശ്രീ CR നീലകണ്ഠൻ, പരിസ്ഥിതി നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ റെക്കോർഡ് തന്നെ അവകാശപ്പെടാനാകും ആറന്മുള വിമാനത്താവളത്തിന്. കാരണം നിലവിലുള്ള മിക്കവാറും എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അതേസമയം സർക്കാരിന് അതിൽ 10% ഓഹരിയുണ്ട് എന്നുള്ളത് ഒരു വിരോധാഭാസവും. ഈ പദ്ധതി ഇനി മുന്നോട്ട് പോകാനാവാത്ത വിധം വഴി അടഞ്ഞു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ തോന്നുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്ര ശക്തരാണ് ഇതിൽ ഇടപെടുന്ന ആളുകൾ. ഏത് നിയമത്തെയും ഏത് സർക്കാരിനെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവർ. അതുകൊണ്ട് ഞാൻ ഈ ശ്രീരംഗനാഥൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഉറങ്ങാറായിട്ടില്ല, ആശ്വാസത്തോടെ ഉറങ്ങാറായിട്ടില്ല. മാത്രവുമല്ല, ഇപ്പോൾ പാരിസ്ഥിതികാഘാത പഠനം തന്നെ അതിൻ്റെ തന്നെ ഏതെങ്കിലും ഇളവുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1986 പരിസ്ഥിതി നിയമം, EIA ആക്ട് ഒക്കെ തന്നെ പുതിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഇളവ് നൽകുമെന്ന് അറിയില്ല. ഇപ്പോൾ കേന്ദ്രത്തിലെ BJP ഇവിടെ ഇതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമുക്കറിയാം, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ BJP ഇവിടെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കേന്ദ്രത്തിൽ പോയപ്പോൾ അവർ പതുക്കെ കസ്തൂരിരംഗനായി. കേന്ദ്ര സർക്കാർ നിലപാട് കേരളത്തിലെ BJPയുടെ നിലപാട് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ശ്രീരംഗനാഥൻ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുണ്ട്. കേരളത്തിലെ സർക്കാരിൽ വൻതോതിൽ വലിയ സ്വാധീനം ഈ
വിമാനത്താവളക്കാർക്ക് ഉണ്ട് നമുക്കറിയാം. അത് ഇതെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഷെയർ എടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അവർക്ക് വേണ്ടി ആദ്യം വ്യവസായ മേഖലാ പ്രഖ്യാപനം നടത്തി, അതിലെ ഇളവുകൾ നടത്തി, ഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇളവുകൾ നടത്തി, ഭൂമി നികത്തുന്നതും കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ടത്, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം, എല്ലാ നിയമങ്ങളും ഒരുപാട് നുണകളുടെ പുറത്താണ്. ആ നുണകൾ ആകെ അടർന്ന് തകർന്ന് വീഴ്ന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം പിന്തുണയ്ക്കാൻ ആളുകളുണ്ട്, പണമിറക്കാൻ കമ്പനി ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കാം നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഉറങ്ങാറായിട്ടില്ല. തീർച്ചയായും. ശ്രീ ഫിലിപ്പോസ് തോമസ്, നിലവിലുള്ള നിയമങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്താണ് ഈ സർക്കാരിൻ്റെ കാലത്തെന്നല്ല മുൻ സർക്കാരിൻ്റെ കാലത്തും ഈ കമ്പനി മുന്നോട്ട് വന്നത്. തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വിമാനത്താവള പദ്ധതിക്ക്. ഏറ്റവും ഒടുവിൽ ഗ്രീൻ ട്രിബ്യൂണൽ പരിസ്ഥിതി അനുമതി റദ്ദാക്കിയതിനു ശേഷവും സംസ്ഥാന മുഖ്യമന്ത്രി നിയമസഭയിൽ നിയമപരമായ അനുമതികളുമായി വന്നാൽ സമ്പൂർണ്ണ പിന്തുണ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷവും മന്ത്രിമാർ അവരുടെ പിന്തുണ പുറത്ത് ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആറന്മുള വിമാനത്താവള കമ്പനി ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി അവരുടെ പണി മതിയാക്കി പോയിക്കോളും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്ന് മാത്രമല്ല, ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് എന്നും ഒരുക്കമായിരുന്നു. ഹരിത ട്രൈബ്യൂണലിൻ്റെ വിധി വന്നതിന് ശേഷമാണ് 52 ഏക്കറോളം തോട്, ചാല്, പൊതുവഴി തുടങ്ങിയ ആറന്മുളയിലെ പുറമ്പോക്ക് ഭൂമി ഏതാനും കോടി രൂപയ്ക്ക് ഈ കമ്പനിക്ക് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട കളക്ടർ ശുപാർശ ചെയ്തത്. അപ്പോൾ നിയമവിരുദ്ധമാണ് എന്ന് ഹരിത ട്രൈബ്യൂണലിൻ്റെ വിധി ഉണ്ടായിട്ട് പോലും ഈ കമ്പനിക്ക് വേണ്ടി വേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവരെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പഴയൊരു കളക്ടർ പോക്കുവരവ് റദ്ദ് ചെയ്തതിനെതിരെ വീണ്ടും പോക്കുവരവ് നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ അവിഹിതമായ സ്വാധീനം വളരെ കൂടുതലുള്ള ഒരു കമ്പനിയാണ് ഇവർ. അതോടൊപ്പം ഈ പോരാട്ടം തുടരാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ആറന്മുളയിലെ ഇന്നത്തെ സുപ്രീം കോടതി വിധി ഒരു ചരിത്ര വിധിയായി തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഒരു വൻകിട പ്രൊജക്റ്റിനെതിരെ പാരിസ്ഥിതിക അനുമതി നിയമ പോരാട്ടത്തിലൂടെ റദ്ദ് ചെയ്യിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ സംഭവം ആറന്മുള തന്നെയാണ്. സൈലന്റ് വാലി പോരാട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നെങ്കിലും സൈലന്റ് വാലിയിൽ പോലും കേരള ഹൈക്കോടതിയുടെ വിധി ഇലക്ട്രിസിറ്റി ബോർഡിന് അനുകൂലമായിരുന്നു. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പോലൊരു പ്രധാനമന്ത്രി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സൈലന്റ് വാലി പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത്. അന്ന് സൈലന്റ് വാലി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമതി സുഗതകുമാരിയെ പോലെ ഒരാൾ ഈ ആറന്മുളയിലെ പോരാട്ടത്തിൻ്റെയും ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു, നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് ഞങ്ങൾക്കൊക്കെ അഭിമാനമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഏതു തരത്തിലും സ്വാധീനിക്കും ഈ കമ്പനി. പ്രത്യേകിച്ച് പുതിയ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചില മേഖലകളെ പാരിസ്ഥിതിക അനുമതി തന്നെ വേണ്ട എന്ന നിലയിൽ നിയമ ഭേദഗതി കൊണ്ടുവരാൻ ആലോചിക്കുന്നു. തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരുപക്ഷെ ആറന്മുള അടക്കമുള്ള വൻകിട പദ്ധതികൾക്ക് വഴി തെളിഞ്ഞേക്കാവുന്ന മൂർത്തമായ ഒരു സാഹചര്യമായി അത് മാറുകയും ചെയ്യും. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീരംഗനാഥൻ, ഇതുവരെ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ ഈ മധുരയിലെ എൻവിറോ കെയറിന്റെ എൻവയോൺമെന്റൽ അസസ്മെന്റ് റിപ്പോർട്ട് വലിയ തോതിൽ തമാശ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അവിടെ ഇല്ലാത്ത പ്ലാന്റ് സ്പീഷീസുകൾ, അവിടെ ഇല്ലാത്ത ജീവിവർഗ്ഗങ്ങൾ പോലും ആ റിപ്പോർട്ടിൽ സ്ഥാനം പിടിച്ചു. ഒരുപക്ഷെ ആറന്മുളയിലേക്ക് വരികയോ ചെയ്യാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാകാം. പക്ഷേ ഈ റിപ്പോർട്ട് പബ്ലിക് ഹിയറിംഗിൽ വരുന്നു. അതിനുശേഷം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സംസ്ഥാനത്ത് അനുമതി ലഭിക്കുന്നു. എല്ലാ പ്രക്രിയയിലൂടെയും കടന്നു പോകുന്നു. ഒടുവിൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെത്തുന്നു. അവിടുത്തെ ടെക്നിക്കൽ എക്സ്പെർട്ട് കമ്മിറ്റിയും ഇത് അംഗീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട്, വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ട് എങ്ങനെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെത്തി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൗതുകകരമല്ലേ? അത് വളരെ രസകരമായൊരു കാര്യമുണ്ട് ഇതിൽ. ഇത് യഥാർത്ഥത്തിൽ വിമാനത്താവളത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് പല സ്ഥലങ്ങളിലും കട്ട് ആൻഡ് പേസ്റ്റ് നടത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് അറിയാം. അതായത് ഇവർ ഫാക്ടറി എന്നൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, വിമാനത്താവളത്തിന്റെ ഗ്രൗണ്ടിന് ഫാക്ടറി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറിയുടെ വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വേറെ ഏതോ ഒരു ഫാക്ടറിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനകത്ത് അതിനകത്തെ സാധനം അതുപോലെ ഇങ്ങോട്ട് എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താണ്
ആറന്മുള വിമാനത്താവളത്തിനുള്ള ഈ എൻവയോൺമെന്റൽ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് മുഴുവൻ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് NGT-യുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും അത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. ഇത് മുഴുവൻ അതിൽ വളരെയേറെ നീണ്ട ചർച്ച നടന്നതാണ്. അതിനെപ്പറ്റിയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഈ ജഡ്ജ്മെന്റിനകത്ത് വളരെ കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തിയത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ അവർ പറയപ്പെടുന്ന പല സസ്യങ്ങളും ആറന്മുള പോലെയുള്ളൊരു സ്ഥലത്ത് യാതൊരു കാരണവശാലും ഉണ്ടാവാത്ത, അതായത് വളരെ ഡ്രൈ ലാൻഡിൽ മാത്രമുണ്ടാകുന്ന, മധുര പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമുണ്ടാകുന്ന ചെടികളാണ്. ഇവിടെയുള്ള പലതും അവർ വന്ന് നോക്കുക ആവട്ടെ, ചെയ്യുക ആവട്ടെ, ഇതൊന്നും പരിശോധിക്കുക ആവട്ടെ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, TOR അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ട് വെറും അതായത് ജൂലൈയിൽ ഇത് TOR അപ്രൂവൽ കൊടുത്തിട്ട് ആ മാസം അവസാനത്തിൽ തന്നെ ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത് എങ്ങനെ നടക്കും? ഈ ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വർഷം കൊണ്ട് നടത്തേണ്ടിയിരിക്കുന്ന സ്റ്റഡി എങ്ങനെ ഒരു മാസം കൊണ്ട് നടത്തിയെന്ന് ആരും ചോദിച്ചില്ല. ഇവർ കൊടുത്തിരിക്കുന്ന എല്ലാ അനുമതികളിൽ മുഴുവൻ കാര്യങ്ങളിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. പറഞ്ഞിരിക്കുന്നിടത്ത് അവരുടെ സംശയങ്ങളായി പലപ്പോഴും പലയിടത്തും പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഇവിടുത്തെ തണ്ണീർത്തടങ്ങളൊന്നും എന്ന് പറയും, ഇവിടെ തണ്ണീർത്തടം എന്നൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഇടയ്ക്കാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ന് ശിവദാസൻ നായരും പറയുന്നത് കേട്ടു, ഇവിടെ തണ്ണീർത്തടമില്ല, ഉണ്ട് എന്ന് ഇവരെല്ലാവരും വെറുതെ പ്രചരിപ്പിച്ചാൽ എങ്ങനെയാണ് ഇവിടെ തണ്ണീർത്തടമൊന്നും ഇല്ല എന്ന്. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ വേറൊന്നുണ്ട്, അത് ആറന്മുളക്കാരുടെ കണ്ണീർത്തടമാണ് വാസ്തവത്തിൽ. ഇപ്പോൾ തണ്ണീർത്തടമല്ല, അത് കണ്ണീർത്തടമാണെന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് തണ്ണീർത്തടങ്ങളില്ല എന്ന് പറയുന്നത്. എന്തായാലും തീർച്ചയായും വെറ്റ്ലാൻഡ് എന്ന പരാമർശം പോലും ആ എൻവയോൺമെന്റൽ അസസ്മെന്റ് സ്റ്റഡിയിൽ ഇല്ല എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഞാൻ താങ്കളിലേക്ക് വരാൻ ദയവായി തുടരണം. ശ്രീ ജേക്കബ് അലക്സ്, ഇനി ഫോം 1 ഒന്നുകൂടി കൊടുത്ത് വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ച് ഒരുപക്ഷെ കാലതാമസം എടുത്തേക്കാം, പക്ഷെ എങ്കിൽ പോലും കുറെ കൂടി ക്വാളിഫൈഡ് ആയ ഒരു ഏജൻസിയെ വെച്ച് ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തിയാൽ എന്തായിരിക്കും ആറന്മുളയിലെ അവസ്ഥ? KGS ഗ്രൂപ്പിന് അല്ലെങ്കിൽ വിമാനത്താവള കമ്പനിക്ക് ആ സാധ്യത പ്രയോജനപ്പെടുത്തുമ്പോൾ തിരിച്ചടിയേ ഉണ്ടാകൂ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കുമോ? പുതിയൊരു ഏജൻസിയെ വെച്ച് പഠനം നടത്തുക എന്നുള്ള ഒരു സാങ്കേതികമായ സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഈ ആറന്മുള കേസിൽ ബഹുമാനപ്പെട്ട ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയിട്ടുള്ള ചില പ്രധാന ഭാഗങ്ങളുണ്ട്. അതായത് ഈ റിപ്പോർട്ട് നിർമ്മിച്ചിട്ടുള്ള എൻവിറോ കെയർ എന്നുള്ള ഏജൻസിക്ക് ഇമാതിരി ഒരു പഠനം നടത്താനുള്ള ഒരു കോമ്പിറ്റൻസ് ഇല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് കോടതി കണ്ടെത്തിയത്. പിന്നീട് കണ്ടെത്തിയ ഒരു ഭാഗം, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് വേറെ ഏതോ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഈ ഭാഗങ്ങൾ കോടതി അംഗീകരിച്ചിട്ട് ഈ പാരിസ്ഥിതിക അനുമതിക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ആഘാത പഠന റിപ്പോർട്ട് അടക്കം സെറ്റസൈഡ് ചെയ്ത് വിട്ട ഒരു കേസാണ് ആറന്മുള കേസ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പരിസ്ഥിതി ആഘാത പഠനം റിപ്പോർട്ട് തന്നെ സെറ്റസൈഡ് ചെയ്ത് വിട്ട ഒരു സംഭവം. അപ്പോൾ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം, ഈ പദ്ധതി കൊണ്ട് അവിടുത്തെ നാട്ടുകാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇല്ലാത്ത ഈ അവസരത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അതിനെപ്പറ്റി പഠിക്കാം, കോടതികൾ അത് മനസ്സിലാക്കട്ടെ. ഇപ്പോൾ ഉള്ള ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അത് തീർത്തും തെറ്റാണ് എന്നുള്ളത് മുമ്പോട്ട് വെച്ചിട്ടുള്ള വാദം ഗ്രീൻ ട്രിബ്യൂണലും സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാൻ പോകുന്ന റിപ്പോർട്ടിനെ പറ്റി നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. തീർച്ചയായും ശ്രീ CR നീലകണ്ഠൻ, അപ്പോഴും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചതാണ് ഈ കട്ട് ആൻഡ് പേസ്റ്റ് റിപ്പോർട്ടിനെ എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഈ റിപ്പോർട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഈ അനുമതി മാത്രമല്ല, എയർപോർട്ട് അതോറിറ്റിയുടെ സൈറ്റ് ക്ലിയറൻസ് ഉണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ NOC ഉണ്ട്, ഡിഫൻസ് ക്ലിയറൻസ് ഉണ്ട്, വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് ഉണ്ട്. ഇനി ഈ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി എന്ന കടമ്പ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അവരെ സംബന്ധിച്ച്. അതവർ ഇത്രയൊക്കെ നേടിയ ആളുകൾ അതുകൂടി സംഘടിപ്പിക്കില്ല എന്ന് കരുതുക വയ്യല്ലോ. അല്ല, ഇവിടെ വന്ന പരാമർശങ്ങൾ ഒരു കാര്യത്തിലൊരു വസ്തുതാപരമായ തെറ്റുണ്ട്. ആദ്യം പാരിസ്ഥിതിക അനുമതി ഇല്ലാത്തതുകൊണ്ട്, യോഗ്യത ഇല്ലാത്തതുകൊണ്ട് തള്ളുന്ന ആദ്യത്തെ പ്രോജക്റ്റ് ഇതല്ല. അതിരപ്പള്ളി പദ്ധതിക്ക് വേണ്ടി 2 പ്രാവശ്യം കേരള ഹൈക്കോടതി പാരിസ്ഥിതിക അനുമതി തള്ളിക്കളഞ്ഞു.
കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച റിപ്പോർട്ട് 2 പ്രാവശ്യം തള്ളി, 3ാമത്തെ റിപ്പോർട്ട് ഇപ്പോൾ ഏതാണ്ട് തള്ളാറായി നിൽക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പാരിസ്ഥിതിക അനുമതി തെറ്റാണെന്നും അതിൻ്റെ പ്രൊസീജിയർ ശരിയല്ല എന്നും അവിടെ ചെയ്ത കമ്പനി ശരിയല്ല എന്നും അതിലെ ഡാറ്റ ശരിയല്ല എന്നും. ഇവിടെ തന്നെ ഇപ്പോൾ ഫോം 1 പോലെയുള്ള വളരെ പമ്പാ നദി 2 കിലോമീറ്റർ ദൂരെയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള റിപ്പോർട്ടിലെ തമാശകളൊക്കെ ഉണ്ട്, നേരത്തെ അഭിലാഷ് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ ഈ അഡ്വക്കേറ്റ് പറഞ്ഞതിനോട് ഒരു ചെറിയ വിയോജിപ്പ് എനിക്കുള്ളത് മറ്റൊരു കാര്യം, ഞാൻ അങ്ങനെ വളരെ ലേറ്റായിട്ട് കാണുന്നില്ല KGS പോലൊരു ഗ്രൂപ്പിനെ. കാരണം അവർക്ക് എവിടെയൊക്കെയോ വലിയ വലിയ സ്വാധീനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് പോലെയുള്ള റിപ്പോർട്ട് വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാമെങ്കിൽ അതൊരു ചെറിയ സ്വാധീനമല്ല എന്ന് നമ്മൾ കാണണം. ആ സ്വാധീനം പഴയ മന്ത്രിസഭയ്ക്ക് മാത്രമേ ഉള്ളൂ, പുതിയ മന്ത്രിസഭയ്ക്ക് ഇല്ല എന്ന് പറയണമെങ്കിൽ എനിക്കതിന് തെളിവ് കിട്ടണം. തെളിവ് കിട്ടുന്നവരെ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം പഴയ മന്ത്രിസഭയുടെ പോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏതാണ്ട് അതേ ആളുകൾ തന്നെ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ പലതരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട്. ഇപ്പോൾ പല പദ്ധതികളും ഇതുപോലെ ഒരു EIA തള്ളിക്കളഞ്ഞാൽ അടുത്ത വേറൊരു കമ്പനിയെ കൊണ്ട് വേറൊരു EIA ചെയ്യിക്കും. ഇവിടെ EIA ചെയ്യിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സത്യസന്ധമായി EIA ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആറന്മുളയിൽ ഒരു കാലത്തും ഒരു എയർപോർട്ട് വേണ്ട എന്നാണ് അവർ പറയുക. പക്ഷെ നമ്മുടെ നാട്ടിൽ EIA നടത്തുന്ന സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി വലിയ വലിയ സംശയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പല സ്ഥാപനങ്ങളെക്കുറിച്ചും നമുക്കൊരു വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ പണം കൊടുക്കുന്നവന് വേണ്ടി എഴുതുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും പണം കൊടുത്താൽ കിട്ടുന്ന, ഇപ്പോൾ ഇവരുടെ ഒരു കാര്യം, ഇവരുടെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല, നമുക്കറിയാം. ഇവർ അപേക്ഷ പോലും കൊടുത്തിരുന്നില്ല. വിമാനത്താവളം പഠിക്കുന്നതിന് ഉള്ള അപേക്ഷ, അതായത് അതിനുള്ള ആ ലിസ്റ്റിൽ പെടാനുള്ള അപേക്ഷ പോലും കൊടുക്കാത്തൊരു കമ്പനിയാണ് ഈ കമ്പനി എന്നുള്ളതാണ് കണ്ടെത്തി. അപ്പോൾ തീർച്ചയായിട്ടും വരാം, ഇനിയും വരാം. ഞാൻ അങ്ങനെ ഒരു കംപ്ലൈസൻ്റ് ആയിട്ട് ഇതിന് ഇരിക്കുന്നില്ല. അവർ ഇതിലും വലിയ ആളുകളെയും കൊണ്ട് അവർ വരാം, ലിസ്റ്റിൽ പേരുള്ളവരെയും കൊണ്ട് വരാം. കാരണം അത്രയും സ്വാധീനമുണ്ട്. മുമ്പ് അവർ വിചാരിച്ചത് ഇത് എളുപ്പത്തിൽ പോകാമെന്നൊരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. ആ ധൈര്യം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇത് സർക്കാരിനേറ്റ വലിയ പ്രഹരമാണ്. സംസ്ഥാന സർക്കാരിന് 10% ഓഹരിയുള്ള കമ്പനിയാണ് എന്ന് മാത്രമല്ല, എന്തു വില കൊടുത്തും ഈ പദ്ധതി ഇത്രയധികം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു ദുർവാശി സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗ്രീൻ ട്രിബ്യൂണലിൽ സർക്കാർ പരമാവധി ശ്രമിച്ചതാണ്. ഇപ്പോൾ സുപ്രീം കോടതി ആ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധിയെ അംഗീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് മുഖം നഷ്ടപ്പെടുകയല്ലേ? അല്ല, ഇവിടെ ഈ വിധി പരിശോധിച്ചിട്ട് സംസ്ഥാന സർക്കാരിനൊരു തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം സർക്കാർ ഫേവർ ചെയ്തൊരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ സർക്കാർ ഒരു ഗോ ഹെഡ് പറഞ്ഞ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ എൻവയറമെന്റൽ ക്ലിയറൻസ് ചലഞ്ച് ചെയ്ത് NGT ഡിക്ലൈൻ ചെയ്തത് സുപ്രീം കോടതി ശരിവെച്ചു. ഈ ഫാക്റ്റിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനൊരു തിരിച്ച് പൊളിറ്റിക്കലി ആർഗ്യൂ ചെയ്യാം. പക്ഷേ ലീഗലി സ്പീക്കിംഗ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു ഫൈൻഡിങ്ങും അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റീവ് പോർഷൻ ഓഫ് ദി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ ഈ പ്രോജക്റ്റിന് അനുകൂലമായിരുന്നു എന്നുള്ളത് ആരും ഡിസ്പ്യൂട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. ദ ഗവൺമെന്റ് വാസ് ഇൻ ഫേവർ, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഇവിടെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാക്കി ചർച്ച ചെയ്യാനാണെങ്കിൽ അതൊരു ഡിഫറെൻ്റ് ആംഗിളാണ്. അതല്ല ഇതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് പരിശോധിക്കാനാണ് എങ്കിൽ ഇന്ന് NGTയുടെ വിധി, സുപ്രീം കോടതി ശരിവെച്ച NGTയുടെ വിധി 4 പോയിന്റിലാണ് അത് പറഞ്ഞത്. 4 പോയിന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ സ്റ്റഡി നടത്തിയ ഏജൻസിക്ക്, അതിൻ്റെ കൺസൾട്ടൻറ്റിന് അതിനുള്ള അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. നമ്പർ 2, അവിടെ നടത്തിയ പബ്ലിക് ഹിയറിംഗ് പ്രോസസ്സ് അത് EIA നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പ്രകാരമായിരുന്നില്ല. പിന്നെ അപ്രൈസൽ നടത്തി EACക്ക് അപ്രൈസൽ നടത്തിയതിൽ തെറ്റുപറ്റി. ഇങ്ങനെ ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ EC ഈസ് ലയബിൾ ടു ബി ക്യാൻസൽഡ്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതായത് ടെക്നിക്കലി ഈ പ്രോജക്റ്റ് പ്രൊപ്പോണന്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ആൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻ്റാണ് EIA ഡോക്യുമെന്റ്, എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവർ ഒബ്റ്റെയിൻ ചെയ്തത് ആസ് പെർ ലോ അല്ല, അല്ലെങ്കിൽ ആസ് പെർ ഇതല്ല എന്നുള്ള ഫൈൻഡിങ്ങേ ഉള്ളൂ. ശ്രീ മാത്യു കുഴൽനാടൻ, അതിനെ സാങ്കേതികമായി ചുരുക്കല്ലേ? എങ്ങനെയാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരം ഈ റിപ്പോർട്ടിന് കിട്ടുന്നത്? അസംഖ്യം അനുമതികൾ, ഒട്ടേറെ നിയമലംഘനം നടത്തിയെന്ന പൂർണ്ണമായ ബോധ്യമുണ്ടായിട്ടും ഈ കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ചൂണ്ടിക്കാണിച്ചു? CP മുഹമ്മദ് അധ്യക്ഷനായ നിയമസഭാ കമ്മിറ്റി, ഏറ്റവും ഒടുവിൽ CAG റിപ്പോർട്ടുണ്ട്. നിയമലംഘനമുണ്ട് ഈ പദ്ധതിയിൽ എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും വ്യക്തമാകുന്ന വിധത്തിൽ നഗ്നമായി എല്ലാ നിയമങ്ങളും ലംഘിച്ച ഒരു കമ്പനിയെ സർക്കാർ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഏറ്റവും ഒടുവിൽ കിട്ടിയ പ്രഹരം എന്നുള്ളതിനെ നിയമപരമായ സാങ്കേതികത്വത്തിലേക്ക് ചുരുക്കാതെ അല്ല, അഭിലാഷ്, അത് പറയുമ്പോൾ
നമ്മൾ ജെനുവിൻലി കാണേണ്ട ഒരു കാര്യമുണ്ട്. അഭിലാഷ്, ഈ പറഞ്ഞ വാദങ്ങളെല്ലാം ഈ പറഞ്ഞ കക്ഷികൾ NGT-യിൽ ഉയർത്തിയിരുന്നു. അതായത് അനധികൃതമായി പാടം നികത്താൻ അനുമതി കൊടുത്തു, വെറ്റ്ലാൻഡ്സ് റൂൾസിന്റെ വയലേഷൻ ഉണ്ടായി, ഇൻഡസ്ട്രിയൽ ലാൻഡ് ഡിക്ലയർ ചെയ്തത് പ്രോപ്പർ പ്രൊസീജിയറിലല്ല, സർക്കാരിന്റെ അനുമതികൾ കൊടുത്തത് പ്രോപ്പർ ക്ലിയറൻസിലല്ല. ഈ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ജഡ്ജ്മെന്റിന്റെ ഓപ്പറേറ്റീവ് പോർഷനിൽ അത് വന്നില്ല? അതിൻ്റെ മെറിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ദ കോർട്ട് വുഡ് ഹാവ് സെഡ് ദാറ്റ്. അത് കോടതി അതും പറഞ്ഞേനെ. അത് പറയാതിരിക്കേണ്ട കാര്യം കോടതിക്കില്ല, സർക്കാരിനെ സംരക്ഷിക്കേണ്ട കാര്യം കോടതിക്കില്ലല്ലോ. പക്ഷേ നമ്മൾ സർക്കാരിനെതിരെ ഇതുപോലെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ അഭിലാഷി പറഞ്ഞ ഇതേ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഫൈൻഡിങ്ങോ ഒരു ജഡ്ജ്മെന്റിന്റെ നമുക്ക് ആ തർക്കത്തിലേക്ക് പോകാം ശ്രീ മാത്യു കുഴൽനാടൻ. അതിനു മുൻപ് ശ്രീ ഫിലിപ്പോസ് തോമസ്, എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി ഭരണയന്ത്രം തിരിക്കുന്നവർക്ക് എപ്പോഴും പ്രിയപ്പെട്ട പദ്ധതിയാകുന്നു ഇത് എന്നുള്ളത് ഒരു കൗതുകമാണ്. VS അച്യുതാനന്ദൻ കളക്ടറെ വിളിച്ച് ഈ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കൂ എന്നാവശ്യപ്പെടുന്ന ഒരുപക്ഷെ അത്ഭുതകരമായ സംഭവ വികാസം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം പദ്ധതിയെ എത്ര കണ്ട് എതിർത്തു എങ്കിൽ പോലും അവിടെയുള്ള താങ്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എതിർക്കുമ്പോൾ ജനപ്രതിനിധികൾ അനുകൂലമായിരുന്നു, രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം അനുകൂലമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി ഈ ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷം ജൂണിലോ ജൂലൈയിലോ നിയമസഭയിൽ പറഞ്ഞത് ആറന്മുള പദ്ധതിയെ എതിർക്കുന്നവർ അവിടെയുള്ള ജനവിധി കണ്ടില്ലേ എന്നുള്ളതാണ്. ആ പദ്ധതിയെ എതിർത്ത താങ്കൾ പരാജയപ്പെടുകയും ആ പദ്ധതിയുടെ പ്രചാരകനായിരുന്ന ആന്റോ ആന്റണി വിജയിക്കുകയും ചെയ്ത അവസരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരം കണ്ടില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്ന ആ സാഹചര്യമാണ് ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷവും ഉണ്ടാകുന്നത്. ഞാൻ അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കാരണം ഗ്രീൻ ട്രൈബ്യൂണലിൽ ഈ ഭൂമി നികത്തിയതോ വ്യവസായ മേഖലാ പ്രഖ്യാപനത്തിൻ്റെ ശരിയോ തെറ്റോ ഒന്നുമല്ല വാദിച്ചത്. അവിടെ പാരിസ്ഥിതിക അനുമതി നൽകിയതിനെയാണ് ചോദ്യം ചെയ്തത്. ആ ഒരു പ്രശ്നത്തിലാണ് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ സമയത്ത് ആ വിധിയിൽ വളരെ പ്രധാനപ്പെട്ട വീഴ്ച സംസ്ഥാന ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചുമതലയിൽ നടന്ന പബ്ലിക് ഹിയറിങ്ങിൽ പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല. പബ്ലിക് ഹിയറിങ് നടത്തേണ്ട സ്ഥലത്തല്ല നടത്തിയത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസം കളക്ട്രേറ്റിലെ ഒരു മുറിയിലാണ് നടന്നത്. ഇത് പ്രൊജക്ട് ഏരിയയിൽ നടക്കേണ്ട ഒന്നാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിസ്ഥിതി അനുമതി റദ്ദ് ചെയ്ത ഈ ഉത്തരവ് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റ പ്രഹരം തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ഗ്രീൻ ട്രൈബ്യൂണൽ വാദിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റിന് പങ്കാളിത്തമുള്ളൊരു കമ്പനി നടത്തുന്ന ഈ പ്രൊജക്റ്റ് പൊതു താൽപ്പര്യമാണ്, അതുകൊണ്ട് ഇതിന് അനുമതി കൊടുക്കണം, പാരിസ്ഥിതിക അനുമതി റദ്ദ് ചെയ്യാൻ പാടില്ലെന്നാണ് വാദിച്ചത്. ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ് ആ വാദം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇത് സാങ്കേതികമായി ക്ഷീണമൊന്നുമില്ല, രാഷ്ട്രീയമായിട്ട് മാത്രമേ വ്യാഖ്യാനിക്കാവൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കമ്പനിക്ക് എല്ലാ കാലത്തും അധികാരത്തിലുള്ളവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് സത്യമാണ്. ആ അമിതമായ സ്വാധീനം കൊണ്ടാണ് ഈ അനുമതികളൊക്കെ വേഗം നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചത്. ജനപ്രതിനിധികളൊക്കെ അവരുടെ വക്താക്കളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതുകൊണ്ട് മാത്രം ഈ പദ്ധതിക്കെതിരെ ജനങ്ങൾ ഉയർത്തുന്ന എതിർപ്പ് ഇല്ലാതാവുന്നില്ല. ആറന്മുള ഉൾപ്പെടുന്ന വില്ലേജുകളിലൊക്കെ എതിർക്കുന്ന ആളുകൾക്കായിരുന്നു ഭൂരിപക്ഷം. അത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ഈ കമ്പനി അമിതമായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്ന് ഈ വിധി കൊണ്ട് ഇത് അവസാനിക്കില്ല. നാളെയും സ്വാധീനം ചെലുത്തി പുതിയ രൂപത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ ഇവർ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പുതിയ ആളുകളെ അവർ ഇടപെടുത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഡാനി ഗ്രൂപ്പ് പോലെയുള്ള കമ്പനികളുടെ പേരുകൾ ആറന്മുളയിലെ അന്തരീക്ഷത്തിൽ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ, റവന്യൂ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട് എന്ന വ്യക്തമായ സാഹചര്യത്തിൽ, മിച്ചഭൂമിയാക്കാം എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്തു എന്ന പ്രശ്നം, എങ്ങനെ ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഇവിടെയുള്ള പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ചു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എങ്ങനെ ഇത് അംഗീകരിച്ചു എന്നുള്ള വിഷയത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഈ പദ്ധതി വരാൻ വാശിയുള്ളതുപോലെ അതിൽ ഈ സർക്കാർ 10% ഓഹരി എടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രവർത്തിക്കുകയാണ്.
അതിലൊട്ടേറെ സ്വാധീനങ്ങളും താല്പര്യങ്ങളും കാണുന്നവരുണ്ട്. അവർക്ക് എന്താണ് മറുപടി? താല്പര്യങ്ങളും സ്വാധീനങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നവരുടെ മുമ്പിൽ ഇതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടല്ലോ. ഇവിടെ കോടതിയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇതിൻ്റെ ആരെങ്കിലും ആ നിലയിലുണ്ടെങ്കിൽ അവരെ ആരെയും ഡിഫെൻഡ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ആസ് എ ഗവൺമെന്റ്, ഇപ്പൊ ഈ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം സത്യമല്ലേ? അവിടുത്തെ ആ പ്രദേശത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിമാനത്താവളം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വശം മാത്രം കൂട്ടി പറയരുത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അതുകൂടി പരിഗണിച്ച് ഗവൺമെന്റ് ഈ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് അനുകൂലമായിരുന്നു. അത് ആരും എവിടെയും നിഷേധിക്കുന്നില്ല. ആ പ്രോജക്റ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വേണ്ട ഫെസിലിറ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം, അതും ആരും നിഷേധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ടെക്നിക്കലി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് അവർ കമ്പനി സബ്മിറ്റ് ചെയ്ത EIA അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടും അല്ലെങ്കിൽ അത് നടപ്പിൽ ബഹുമാനായ ഫിലിപ്പോസ് തോമസ് പറഞ്ഞ കാര്യം ശരിയാണ്. പബ്ലിക് ഹിയറിംഗ് നടത്തിയ അതുകൊണ്ടാണ് ഞാൻ പ്രൊസീജിയർ കംപ്ലയൻസ് ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയെന്ന് പറഞ്ഞത്. അതല്ലാതെ പക്ഷേ ഗവൺമെന്റിനെതിരെ ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും NGTയിൽ വാദിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. 212 പേജുള്ള ജഡ്ജ്മെന്റിൽ ആദ്യത്തെ ഏകദേശം ഒരു 154 പേജും ഇവരുടെ വാദങ്ങളാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് വാസ് ആർഗ്യൂഡ്. ഗവൺമെന്റിനെതിരെ ഈച്ച് ആൻഡ് എവറി ക്ലിയറൻസ് വാസ് ബീൻ ഡിസ്പ്യൂട്ടഡ്. ഗവൺമെന്റ് കൊടുത്ത ഓരോ ക്ലിയറൻസിനെയും അനക്ഷരാക്കി ഏകദേശം 7 കക്ഷികൾ കൊടുത്ത കേസിൽ 7 പേരുടെയും വാദം വിശദമായി കേട്ട് 154 പേജുകളും അത് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ഫൈൻഡിങ്ങിൽ അത് വന്നില്ല. കാരണം ഗവൺമെന്റിന്റെ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദ കോർട്ട് വുഡ് ഹൈലൈറ്റഡ് ദ സെയിം. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. ആന്റണി പരസ്യമായെടുത്ത നിലപാടുണ്ട്, കോൺഗ്രസ് പരസ്യമായെടുത്ത നിലപാടുണ്ട്. ആ നിലപാടിന് അനുകൂലമായല്ലേ ജനങ്ങൾ വിധി എഴുതിയത്. അങ്ങനെയാണ് താങ്കൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. കണ്ടില്ലെന്നടിക്കാൻ കഴിയുമോ? ജനാഭിലാഷ പ്രോജക്ടിന് അനുകൂലമായ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു വ്യാജ പദ്ധതി അല്ലെങ്കിൽ തെറ്റായ അനുമതികൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ട് തുറന്നു കാണിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇവിടെ ഈ EIA നടത്തിയ ഏജൻസിയുടെ കോമ്പീറ്റൻസിനെ സംബന്ധിച്ചുള്ള സാങ്കേതികത്വം കൊണ്ട് ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലും പിന്നീട് സുപ്രീം കോടതിയും ഇടപെടുന്നു എന്നതിനപ്പുറത്ത് വ്യാപകമായ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പ്രതിരോധിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം സംഗതമല്ലേ? അല്ല, ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ അനുകൂലിക്കും എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് പിന്നെ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്ത ഗവൺമെൻറ്റാണ്. നിയമലംഘനം ഉണ്ട് എന്നൊരു ഗവൺമെൻറ് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിനെ അനുകൂലിക്കാൻ പാടില്ല. അപ്പോൾ നിയമലംഘനങ്ങൾ ഒഴിവാക്കി കൊടുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞ ഒരു വാദത്തോട് വിയോജിക്കേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും പോയില്ല, കോടതിക്ക് അതൊന്നും പോകേണ്ട കാര്യമേ ഇല്ല. കാരണം ഇത് സംബന്ധിച്ച് ഉന്നയിച്ച മറ്റൊരു കാര്യങ്ങളും കോടതിയിൽ വിധിയിലില്ല. ഈ EIA തന്നെ ക്യാൻസൽ ചെയ്താൽ പിന്നെ NGT പോലൊരു സ്ഥാപനത്തിന് മറ്റ് വിഷയങ്ങളിൽ കടക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ കൊടുത്ത പ്രൊപ്പോസൽ തന്നെ ഫ്ലോപ്പാണ്. ആ ഫ്ലോപ്പിന് പിന്നെ അതിൻ്റെ മെറിറ്റിലേക്ക് പോകണ്ട. അതൊന്ന്. NGTയുടെ മുമ്പിൽ മറ്റ് ലംഘനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഭൂമിയുടെ നിയമലംഘനങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല NGTയുടെ മുമ്പിലല്ല നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ കേസ് പോകേണ്ടത്. അത് കേരളത്തിൽ ഹൈക്കോടതിയിൽ പോകേണ്ട കേസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും NGTയുടെ മുമ്പിൽ വരേണ്ട കേസുകളല്ല. ആ വിഷയം NGTയുടെ മുമ്പിൽ വാദിച്ചു, അത് ശരിയാണ്. അത് കാരണം എന്താ വെച്ചാൽ പരമാവധി ഫാക്ട്സ് ആദ്യം തന്നെ കേസ് കൊടുക്കുന്നുണ്ടാവണം. കാരണം അത് മറ്റൊരു കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് നിയമലംഘനമുണ്ട് എന്നറിഞ്ഞിട്ട് അതിൽ പങ്കാളിയാവുന്നു എന്നതാണ് ചോദ്യം. പങ്കാളിയാവുന്നു. ഗവൺമെൻറ്റിന് പ്രോത്സാഹിപ്പിക്കാം, ആരെങ്കിലും ചെയ്യട്ടെ. ഇപ്പോഴും ആ വ്യവസായ മേഖലാ പ്രഖ്യാപനം ഇതുവരെ പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും വ്യവസായ മേഖലാ പ്രഖ്യാപനം നിൽക്കുക. വ്യവസായ മേഖലാ പ്രഖ്യാപനത്തിൻ്റെ പുറത്താണ് പല അനുമതികളും കിട്ടാൻ പോകുന്നത്. പല അനുമതികളും കിട്ടണമെങ്കിൽ വ്യവസായ മേഖലാ പ്രഖ്യാപനം നിലനിൽക്കണം. അപ്പോൾ വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് ഗവൺമെൻറ് തന്നെ ഒരിക്കൽ ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ ആ ഗവൺമെൻറ് പുറകോട്ട് പോയി. ഉമ്മൻചാണ്ടി പറഞ്ഞാണ് ഞങ്ങളത് പിൻവലിക്കുകയാണ്, കഴിഞ്ഞ സർക്കാർ കൊടുത്താൽ ഞങ്ങൾ പിൻവലിക്കുകയാണ്. പിൻവലിച്ചോളൂ. പിൻവലിച്ചിട്ടില്ല. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ എന്നുള്ള രൂപത്തിൽ സർക്കാരിൻ്റെ മെഷീനറി മുഴുവൻ ഈ നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിന്നുവെന്ന് 1, 2, 3 തെളിഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ തെളിയണമെങ്കിൽ അതിന് പല കേസുകൾ പോണ്ടി വരും. ഒരു കേസ് കൊണ്ട് നിൽക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട കേസ്, അതൊരു റവന്യൂ കേസാണ്. അത് NGTയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമം വേണമെങ്കിൽ അത് കേരള ഹൈക്കോടതിയിൽ പോകേണ്ടി വരും. അത് അങ്ങനെ നിരവധി കേസുകൾ ഇതിലുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഗവൺമെൻറ് ഒരു കോടതിക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും. ശ്രീരംഗനാഥൻ, എന്തുകൊണ്ട് ഈ നിയമലംഘനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യഘട്ടത്തിൽ റിലയൻസിൻ്റെ പേര് കേൾക്കുന്നു, പിന്നീട്
റോബർട്ട് വദ്രയുടെ പേര് കേൾക്കുന്നു. ഇപ്പോൾ ഇതാ ഗൗതം അദാനിയുടെ പേരും BJP അധികാരത്തിലെത്തിയത് കൊണ്ടാണോ എന്നറിയില്ല ഉയരുന്നു. യഥാർത്ഥത്തിൽ ഈ ആറന്മുളയിൽ ഇത്രയധികം താല്പര്യമുള്ള വൻതോക്ക് ഏതാണ്? അത് നമ്മുടെ ഒരുപക്ഷെ അതിശയോക്തിയായ ഭീതിയാണോ? വെറും അതിശയോക്തിയോ ഭീതിയോ മാത്രമല്ല, സത്യമാണ്. ആരൊക്കെയോ പിന്നിലുണ്ട്. എനിക്കാരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ പണച്ചാക്കുകളുമായിട്ടുണ്ട്. ഹിമാലയം പോലെ കുന്നുകൂടി കിടക്കുന്ന പണവുമായിട്ട്, കള്ളപ്പണവുമായിട്ട് പിന്നിൽ ആളുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് അദാനിയാണോ, അംബാനിയാണോ, അല്ലെങ്കിൽ റിലയൻസ് ആണോ, പിന്നെ വധേരയാണോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരോ ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയേറെ ശക്തമായിട്ട് ഏത് സർക്കാരിനെയും നിയന്ത്രിക്കാവുന്ന ഒരു ഘടകം ഇത് ആരാണ്, എന്താണെന്ന് ആർക്കും പറയാൻ വയ്യ. പക്ഷേ എന്നും ഏതെങ്കിലുമൊക്കെ ഘടകം എല്ലാവരെയും സ്വാധീനിക്കാൻ നിലവിലുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പാരിസ്ഥിതികത്തിൻ്റെത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണവും അതെ നിയമലംഘനങ്ങൾ അതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ചൂണ്ടിക്കാണിച്ചെടുത്ത് അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ തന്നെ ഇതിൻ്റെ അനുമതി കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്കി രണ്ടെണ്ണത്തിലുമുണ്ട്. രാജ്യരക്ഷയെ വരെ ബാധിക്കുന്ന നിയമലംഘനങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. സിവിൽ ഏവിയേഷനിലെ സുരക്ഷയെ ബാധിക്കുന്ന നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. അത് പിന്നെ സിവിൽ ഏവിയേഷൻ തന്നെ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ പലതും ചെയ്യാനുണ്ടെന്ന്. കാര്യം വിൻഡേറ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുരക്ഷയെ ബാധിക്കുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാ റെക്കോർഡ്സിലും പറയുന്നിടത്തും വിൻഡേറ്റ ഇല്ലാതെയാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. അത് അവർ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത് ആവശ്യമാണെന്ന്. അതുപോലെ തന്നെയാണ് രാജ്യരക്ഷയെ ബാധിക്കുമെന്ന്, പരിശീലന പറക്കലിനെ ബാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് ഡിഫൻസിന്റെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അതേ അവിടെ തന്നെ ഡിഫൻസിൽ നിന്ന് അനുമതി കൊടുത്തിരിക്കുന്നു. ഇതെങ്ങനെ നടക്കുന്നു? ഇതെന്താണ് ഇതിന്റെ പിന്നിലേത്? പക്ഷേ ആരോ എന്തോ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ആരാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. തീർച്ചയായും എനിക്ക് അതിനെപ്പറ്റി വ്യക്തത പറയാൻ വയ്യ. പക്ഷെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എല്ലാവരെയും ഒരു സ്വാധീനിക്കുന്നു. അതാണ് ആറന്മുളക്കാരുടെ സംശയം. അല്ലെങ്കിൽ ഒരു വിമാനത്താവള കമ്പനിക്ക് എങ്ങനെ ഇത്രയധികം നിയമലംഘനങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതായിരിക്കും ആ സംശയത്തിന്റെ കാതൽ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം, ദയവായി തുടരുക. ശ്രീ ജേക്കബ് അലക്സ്, ഇപ്പോ NGTയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ഇതിന്റെ പരിസ്ഥിതി അനുമതിയാണ്. അതിന് അനുകൂലമായ വിധി ലഭിച്ചു. മറ്റൊട്ടേറെ നിയമലംഘനങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിന് നിയമപരമായ ഒരു പരിഹാരം ഉണ്ടാകാത്തത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാന വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരിസ്ഥിതിക ക്ലിയറൻസ് കൊടുത്തത് ശരിയല്ല എന്നുള്ള ഭാഗമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗ്രീൻ ട്രിബ്യൂണൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടിനുള്ളിലാണ് അവിടുത്തെ പാടങ്ങൾ നികത്തിയിട്ടുണ്ടോ, തണ്ണീർത്തടങ്ങൾ നികത്തിയിട്ടുണ്ടോ, ചാലുകൾ മൂടിയിട്ടുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഈ പർട്ടിക്കുലർ കേസിൽ ഉണ്ടായിട്ടുള്ള എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല എന്നുള്ള ഒരു ഭാഗം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പാരിസ്ഥിതികമായിട്ടും അല്ലാതെയും അവിടെ നടക്കേണ്ട കാര്യങ്ങളെപ്പറ്റി യാതൊരു വ്യക്തമായ പഠനവും ഇല്ലാതെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന് ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞു. ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, നേരത്തെ ശ്രീ CR നീലകണ്ഠൻ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് സർക്കാർ ഈ നിയമലംഘനത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും സംശയകരം. CP മുഹമ്മദ് നയിക്കുന്ന നിയമസഭാ കമ്മിറ്റി അവിടെ അന്വേഷണം നടത്തിയതിന് ശേഷം നിയമലംഘനങ്ങൾ 1, 2, 3 എന്നിങ്ങനെ അക്കമിട്ട് നിരത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അത് നിയമസഭയിൽ വെച്ചതാണ്. അതിനുശേഷമാണ് സർക്കാർ ഇതിൽ ഓഹരി എടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എന്നത് കൗതുകകരമാണ്. നിയമലംഘനം പ്രഥമദൃഷ്ട്യാ ബോധ്യമായിട്ടും ഇങ്ങനെ ഒരു പദ്ധതിയിൽ സർക്കാർ എന്തിന് ഓഹരി എടുത്തു എന്നുള്ളത് കേരളം ഉത്തരം അന്വേഷിക്കുന്ന ചോദ്യമല്ലേ? അഭിലാഷ്, ഇവിടെ നിയമലംഘനം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് പൂർണ്ണമായിട്ടും യോജിപ്പില്ല. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ലാൻഡായിട്ട് നോട്ടിഫൈ ചെയ്യാനുള്ള അതോറിറ്റി ഗവൺമെന്റ് ഉള്ളതാണ്. ഹൂ ക്യാൻ ചാലഞ്ച് ഇറ്റ്? ഇറ്റ് ഈസ് ദയർ. ഇഫ് ദ ഗവൺമെന്റ് ഡിസൈഡ് ടു ഗോ വിത്ത് ദാറ്റ്, അത് നിയമലംഘനമാവുന്നത് എങ്ങനെയാണ്?
അല്ലെങ്കിൽ സർട്ടൻ കേസസിൽ അല്ലെങ്കിൽ ഗിവൺ സർക്കംസ്റ്റൻസിൽ പാടം നികത്താൻ അനുമതി, എത്രയോ പേർക്ക് ഇവിടെ പ്രൈവറ്റ് ആളുകൾക്ക് പാടം നികത്താൻ അനുമതി കൊടുത്തേക്കണം. പാടം നികത്താൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളപ്പോൾ തന്നെ അനുമതി കൊടുക്കാനുള്ള എക്സംഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ ഗവൺമെന്റ് അതുപോലുള്ള പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിയമലംഘനമാണ് നമ്മൾ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ 1. പിന്നെ കേരളത്തില് ഇത് ഏതൊരു പ്രോജക്റ്റുമായിട്ട് അത് ഒരു ജനറലൈസേഷൻ ആണ്. ഏത് പ്രോജക്റ്റ് എന്നുള്ള കാര്യം നിൽക്കട്ടെ. അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ശ്രീ മാത്യു കുഴൽനാടൻ, അവിടെ ആരോപിക്കപ്പെട്ട നിയമലംഘനങ്ങൾ, ഒന്ന് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം 2008 മുതൽ നിലവിലുണ്ടല്ലോ. അതിനുശേഷം നികത്തപ്പെട്ട വയലുകളുടെ കാര്യത്തിൽ എന്ത് എക്സംഷൻ കൊടുക്കും എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഒപ്പം ഈ റവന്യൂ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ ഇളവ് നൽകാനാണ് സർക്കാർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്ത് ഇളവാണ് നൽകിയത്? കോഴിത്തോട് സർക്കാരിന്റെ തോടാണല്ലോ, മണ്ണിട്ട് നികത്തി ഈ കമ്പനി. ആ നിയമലംഘനത്തെ എങ്ങനെ സാധൂകരിക്കുകയാണ് ചെയ്യുക? ഈ ഒട്ടനവധിയുള്ള നിയമലംഘനങ്ങളെ എന്തെന്ത് പഴുതുകൾ ഉപയോഗിച്ചാണ് സാധൂകരിച്ചു കൊടുക്കുന്നത്? എന്നോടാണോ? അതെ. ഇൻഡസ്ട്രിയൽ ലാൻഡ് നോട്ടിഫൈ ചെയ്താൽ സർട്ടൻ എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ദേർ. അതില്ലെന്ന് പറയാൻ പറ്റൂ? എന്താണ് ശ്രീ CR നീലകണ്ഠൻ ആ വാദം? അതിന്റെ ആനുകൂല്യം വളരെ വ്യക്തമാണ്. ഭൂമിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ല, ഇൻഡസ്ട്രിയൽ ലാൻഡ് വെച്ചത് ഒരു പഴുതാണ്. നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ എവിടെയൊക്കെ നിയമലംഘനങ്ങളുണ്ടോ അവിടെയൊക്കെ എന്തൊക്കെ പഴുതുപയോഗിച്ച് ആ നിയമലംഘനത്തെ മറികടക്കാം എന്നതിന് സഹായിക്കുന്ന തരത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കളക്ടർ ഇത് കണ്ടെത്തിയത് കയ്യേറ്റ ഭൂമിയാണെന്ന്, പൊതുഭൂമിയാണെന്ന്, അല്ലെങ്കിൽ മിച്ചഭൂമിയാണെന്ന്, ആ കളക്ടറെ മാറ്റിയത് അത് എളുപ്പമാണ്. കളക്ടറെ ആയ ഇപ്പോൾ മാത്യുവിന് വേണമെങ്കിൽ പറയാം, ഏത് കളക്ടറെയും മാറ്റാൻ സർക്കാരിന് അവകാശമുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പരസ്യമായി നിയമലംഘനം നടത്തി എന്ന് കണ്ടെത്തിയ ഒരു കളക്ടറെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് പച്ചയായിട്ടുള്ള സംഭവമുണ്ട്. അതുപോലെ നിയമസഭാ കമ്മിറ്റി തമാശക്കുള്ള കമ്മിറ്റിയല്ല. കേരള നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി ഏകകണ്ഠമായാണ്, ഒരൊറ്റയാൾ പോലും അതിൽ എതിർത്തില്ല. നിയമസഭാ കമ്മിറ്റിക്ക് കീഴ്പ്പെടാൻ കേരളത്തിലെ സബ്ജക്ട് കമ്മിറ്റി നിയമം അനുസരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. അത് 74 നിയമസഭാ അംഗങ്ങൾ ഒപ്പിട്ട കത്ത് ഇവിടെ പബ്ലിഷ് ചെയ്തു. ഞങ്ങൾ ഈ പദ്ധതിക്കെതിരാണ്. ഞാൻ പറഞ്ഞത് 74 നിയമസഭാ അംഗങ്ങൾ എഴുതുകയും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി വേണ്ട എന്ന് തെറ്റാണെന്ന് പറയുകയും ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ അതറിഞ്ഞിട്ട് ഗവൺമെൻറ് ഓഹരി എടുക്കുന്നു. എന്നിട്ടത് എന്തിനാണ് ഓഹരി എടുത്തത്? പബ്ലിക് പ്രോജക്റ്റ് എന്നാക്കാൻ. ഇപ്പോൾ കുഴൽനാടിന് പറയാം, പബ്ലിക് പ്രോജക്റ്റ് ആണെങ്കിൽ ഒരുപാട് എക്സംഷൻസ് കൊടുക്കാം. അങ്ങനെ പബ്ലിക് പ്രോജക്റ്റ് ആക്കുന്നു, കളക്ടറെ മാറ്റുന്നു. ഇപ്പോൾ കോഴിത്തോടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ റിപ്പോർട്ടിൽ കോഴിത്തോട് അങ്ങനത്തെ ഒരു തോടൊന്നുമില്ല. ഇപ്പോൾ ശിവദാസ് നായർ പറഞ്ഞു അവിടെ തണ്ണീർത്തടം ഇല്ലയെന്ന്. 18 മീറ്റർ വീതിയുള്ള ഒരു തോടുള്ള ഒരു സ്ഥലം തണ്ണീർത്തടം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരാ അത് വിശ്വസിക്കുക? ആ തോട് അവിടെ ഇല്ല എന്ന് ശിവദാസ് നായർ പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ തോട് ഇല്ല, തണ്ണീർത്തടം ഇല്ല എന്ന് ഗവൺമെൻറ് അങ്ങ് പറയണം. ഒരു നിയമലംഘനമില്ല. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നികത്തിയോ ഈ ഗവൺമെൻറ് കാലത്ത് നികത്തിയോ? ഇപ്പം നേരത്തെ അഭിലാഷ് ചോദിച്ചൊരു കാര്യമുണ്ട്, 2008 ശേഷം നികത്തിയതല്ല പ്രശ്നം. തണ്ണീർത്തടം ആണെങ്കിൽ ഒരു കാലത്ത് നികത്താൻ പറ്റില്ല, നികത്താനൊരു വകുപ്പേ ഇല്ല നമ്മുടെ നാട്ടിൽ. 2008 നിയമവും അതിന് മുമ്പുള്ള നിയമവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് പഴുതുകൾ അടച്ച് ഇവരെ പോവുകയാണ്. അതിന് ഏതറ്റം വരെ പോകാനും ഒരു ഗവൺമെൻറ് തയ്യാറാണ് എന്ന് കാണിച്ചത് ആണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത്. ഇതൊക്കെ ചെയ്തിട്ട് രക്ഷിക്കാൻ പറ്റില്ല. റൈറ്റ്, അതാണ് ശ്രീ ഫിലിപ്പോസ് തോമസ്. താങ്കൾ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവായിരിക്കുന്ന കാലത്തും ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ട ആളാണല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും അവിടുത്തെ ജനപ്രതിനിധികൾക്കും ഈ പദ്ധതിയോട് ഇത്രയധികം സ്നേഹം വരാൻ കാരണം? ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് ആ മേഖലയിൽ ഒരു വിമാനത്താവളം, അതുവഴി വരുന്ന വികസനം, ഇപ്പോൾ യാത്രയ്ക്ക് വരുന്ന കുറവ്, PJ കുര്യൻ അതൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതൊക്കെയാണോ കാരണം? ഞാനിതൊന്നും ആണെന്ന് ധരിക്കുന്നില്ല. കാരണം ആറന്മുളയിൽ വിമാനത്താവളം സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഈ പദ്ധതി ആദ്യം തുടങ്ങിയത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് എയർ സ്ട്രിപ്പ് സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി, വയലൊക്കെ വാങ്ങി, പിന്നെ മത്സ്യക്കുളം എന്ന് പറഞ്ഞു. പിന്നീടാണ് KGS കമ്പനി അത് ഏറ്റെടുത്ത് വിമാനത്താവള പദ്ധതിയായി വന്നത്. ഇവിടെ എൻ്റെ സ്നേഹിതൻ കുഴൽനാടനൊരു കാര്യം പറഞ്ഞു, നിയമമായാൽ നിയമത്തിന് എക്സംഷൻ കാണും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ കണ്ണൂർ വിമാനത്താവള പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയില്ലല്ലോ. അപ്പോൾ ആറന്മുളയിൽ ഇൻഡസ്ട്രിയൽ ഏരിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയതിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമെന്ന് പറയുന്നത് ആ നിയമത്തിൻ്റെ മറവിൽ ബാക്കി രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമങ്ങളിൽ നിന്നും ഒഴിവ് ലഭിക്കുക എന്ന് പറയുന്നൊരു മാർഗം പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ആറന്മുളയിൽ അത് ശ്രമിച്ചത്.
ആ ശ്രമം പൂർണ്ണമായി വിജയിച്ചില്ല എന്നത് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ പരിശ്രമം നടത്തുമ്പോഴും നിയമത്തെ എങ്ങനെ മറികടക്കാം, നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന്. ഇപ്പോൾ 10% ഓഹരി എടുത്ത് എന്തിനാ? ഇത് ഗവൺമെന്റിന് പങ്കാളിത്തമുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടത്താൻ ഗ്രീൻ ട്രൈബ്യൂണലിലെ പ്രധാനപ്പെട്ട വാദം അതായിരുന്നു. ആ വാദം ഞങ്ങളൊക്കെ കേട്ടതാണ്. കാരണം ഗവൺമെന്റിന് പങ്കാളിത്തമുണ്ട്, പൊതു താല്പര്യമാണ്, ഈ ഇതിൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇടപെടാൻ പാടില്ലെന്നാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ അവിടെ വാദിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള വാദങ്ങൾ ഈ വളരെ പ്രധാനപ്പെട്ട മറ്റ് നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ ആ അനുമതി തന്നെ റദ്ദാക്കി. ആ അനുമതി റദ്ദാക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായി എൻവൈറോ കെയറിൻ്റെ അയോഗ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാദിച്ചത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ് ആണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ആ ഒരു നിലപാട് വന്നപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നില്ല. അതേസമയത്ത് ചോദ്യം ചെയ്യേണ്ട വേറെ നിരവധി കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസുണ്ട്. അതൊന്നും അവസാനിക്കുന്നില്ല. ആറന്മുളയുടെ പോരാട്ടവും ഈ വിധി കൊണ്ട് അവസാനിക്കില്ല. ഇനി അങ്ങോട്ട് മറ്റുള്ള അനുമതികൾ കേരള ഗവൺമെൻറ് കൊടുത്ത NOC പിൻവലിക്കണം. കേന്ദ്രത്തിൽ നിന്ന് ഉള്ള സിവിൽ ഏവിയേഷൻ്റെ NOC ഉണ്ട്, ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലുണ്ട്. അതൊക്കെ പിൻവലിച്ചെങ്കിലേ ഈ പോരാട്ടം അവസാനിക്കൂ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിൽ നിന്ന് കേരള ഗവൺമെൻറ് പിന്മാറണം. കേന്ദ്രത്തിൽ പിൻവലിക്കാനുള്ള അനുമതികൾ പിൻവലിക്കണം, ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെങ്കിലും. അതല്ലെങ്കിൽ ആറന്മുളയിലെ ജനങ്ങൾക്ക് ഇനിയും സംഘടിച്ച് മുന്നോട്ട് പോകേണ്ടി വരും, സമരവുമായി പോകേണ്ടി വരും. റൈറ്റ്. ശ്രീ CR നീലകണ്ഠൻ, ഒന്ന്, കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി നിയമങ്ങളൊക്കെ ലഘൂകരിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. അവർ അതിൻ്റെ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഗൗതം അദാനിയുടെ പേരവിടെ പരാമർശിച്ചു. അദാനി മുന്ദ്ര തുറമുഖം സ്വകാര്യ മേഖലയിലെ ആദ്യ തുറമുഖം ഉണ്ടാക്കുമ്പോൾ യാതൊരു പരിസ്ഥിതി അനുമതിയും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ പരിസ്ഥിതി അനുമതിയേ ഇല്ലാതെ ഒരു വിമാനത്താവളം ഉണ്ടാക്കുന്ന കാലവും വന്നേക്കാം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇന്ത്യയിൽ ഇനി ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്സ് ഒന്നും ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എങ്ങനെയാണ് താങ്കൾ ഇതിൻ്റെ ഒരു ഭാവിയെ കാണുന്നത്? വളരെ അപകടകരമായൊരു ഭാവിയാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ എയർ ആക്ട്, വാട്ടർ ആക്ട് ഇല്ലാതാക്കുന്നു, അത് പരിസ്ഥിതി നിയമത്തിൽ ലയിപ്പിക്കുന്നു, EIA ലഘൂകരിക്കുന്നു, നടപടിക്രമങ്ങൾ ഇല്ലാതാക്കുന്നു, പബ്ലിക് ഹിയറിംഗ് കുറയ്ക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അഡാനിയുടെ കാര്യം ചോദിച്ചു. തുറമുഖത്തിന് മാത്രമല്ല, 300 ഏക്കർ വനഭൂമിയാണ്, റിസർവ് വനമാണ് അഡാനിക്ക് വേണ്ടി, പദ്ധതിക്ക് വേണ്ടി, താപവൈദ്യുത നിലയത്തിന് വേണ്ടി വിട്ടുകൊടുത്തത്. അഡാനിയെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യാം എന്ന് വന്നാൽ ഇത് ചെയ്യാം. ഇവിടെയും നേരത്തെ നമ്മളൊക്കെ ഉന്നയിച്ച പ്രശ്നം അത് തന്നെയാണ്. ഞാൻ BJP കേരളത്തിൽ ഇതിനെ എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രം കേന്ദ്ര സർക്കാർ ഇതിനെ സംരക്ഷിക്കും അല്ലെങ്കിൽ ഇതിനെതിരായി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനെയും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള അതിശക്തരായ മൂലധന ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് അഡാനിയുടെ രൂപത്തിൽ വരാം, അംബാനിയുടെ രൂപത്തിൽ വരാം, വധേരയുടെ രൂപത്തിൽ വരാം, ഇവരുടെ ഒക്കെ ചേർന്നുള്ള ഐക്യമുന്നണി രൂപത്തിലും വരാം, വേദാന്തയുടെ രൂപത്തിലും വരാം, പോസ്കോയും വരാം. ഇന്ത്യ മുഴുവൻ നടക്കുന്ന വിവിധ പോരാട്ടങ്ങൾ കാണിക്കുന്നതാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ആറന്മുളയിലെ പോരാട്ടവും. റൈറ്റ്. ശ്രീരംഗനാഥൻ, ആറന്മുളയിലെ ജനങ്ങൾ അവരുടെ സമരം നിർത്താൻ കാലമായിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. സമരം നിർത്താനുള്ള കാലമായിട്ടില്ല. കാര്യം ആ മറ്റ് രണ്ട് ക്ലിയറൻസ് നിലനിൽക്കുകയും ഇൻഡസ്ട്രിയൽ ഏരിയ പ്രഖ്യാപനം നിലനിൽക്കുകയും ഇവിടുത്തെ തത്വത്തിൽ അംഗീകാരം നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം ഞങ്ങൾക്കുറങ്ങാനായിട്ടില്ല എന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട്. തീർച്ചയായും അതെ, ഇതിൻ്റെ പുറകെ വീണ്ടും ഞങ്ങൾക്ക് മെനക്കെട്ട് നടന്നെങ്കിലേ പറ്റൂ. ഏറ്റവും പ്രധാനം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന 2 അനുമതികളാണ്. ആ അനുമതികൾ റദ്ദ് ചെയ്യപ്പെടുന്നത് വരെ തീർച്ചയായും ചെയ്തേ പറ്റൂ. അതാണ് ഏറ്റവും പ്രധാനം. അത് 2 നിയമലംഘനങ്ങൾ വേണ്ടിടത്തോളം ഉള്ള അനുമതികളുമാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാത്തിനും തന്നല്ല. ഇവിടെ ഇതാ പ്രാരംഭത്തിലെ തന്നെ പറയാം, ഇൻഡസ്ട്രിയൽ ഏരിയ പ്രഖ്യാപനത്തിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയാണ്. ആ രേഖയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് 500ഓളം ഏക്കർ സ്ഥലമെന്നാണ്. എന്താ സർവേ നമ്പറുകളുടെ ബേസിൽ ഇതിൻ്റെ കൃത്യമായ അളവ് കിട്ടില്ലേ? മാത്രമല്ല 500 ഏക്കർ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ 1300 ഏക്കർ 1400 ഏക്കർ എന്നായിരിക്കുന്നു. ഇതൊക്കെ എന്ത് കളിയാണ്? ഇതൊക്കെ ഏത് സർക്കാരിന് എവിടെയാണ് ആരോടാണ് പറയാൻ കഴിയുക? ജനം എന്നിട്ട് നിയമത്തിനെ അംഗീകരിച്ചേ പറ്റൂ, നിയമത്തിന് അധീനരാണ് എന്ന് പറയുകയും സർക്കാർ നിയമങ്ങളെ മുഴുവൻ ലംഘിക്കുകയും ചെയ്യുക എന്നത് ഏത് നീതിയാണ്, ഏത് ധർമ്മമാണ്? ഇതൊന്നും മനസ്സിലാകാത്തിടത്തോളം കാലം ഞങ്ങൾക്കിപ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. സമരം ഇവിടെ അവസാനിക്കില്ല, ഉറപ്പാണ്. റൈറ്റ്. വളരെ നന്ദി ശ്രീ ശ്രീരംഗനാഥൻ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ പീലിപ്പോസ് തോമസ്, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ ജേക്കബ് അലക്സ് ചർച്ചയിൽ പങ്കെടുത്തതിന്.